ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഉച്ചക്കത്തേക്ക് എന്ത് വെക്കും എന്നുള്ള ആലോചിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴതാ ആവോലി, നല്ല ആവോലി കുട്ടന്മാരുണ്ട്. ആവോലി കുട്ടന്മാരെ തണുപ്പ് പോകാനൊക്കെ ചട്ടിയിലെടുത്ത് വെച്ചതിന് ശേഷം റൈസ് എടുത്ത് ഞാൻ കഴുകാൻ വെച്ചു. കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ റൈസ് ഞാൻ നന്നായിട്ട് വെള്ളം വരാനായിട്ട് ഒരു ഡ്രെയിനറിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അരി അടച്ച് മാറ്റി വെച്ചതിന് ശേഷം ആവോലി എടുത്ത് കട്ട് ചെയ്തു വരഞ്ഞ് വൃത്തിയാക്കി വെച്ചു. ഈ വരഞ്ഞ് വൃത്തിയാക്കി വെച്ചതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച നീര്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വെച്ചു. അങ്ങനെ മാറ്റി വെച്ച മീനാണ്. അതിന് ശേഷം റൈസിലേക്ക് ആവശ്യമായി ഞാൻ ഒരു സവാളയുടെ ഒരു ഹാഫ് പോർഷൻ എടുത്ത് സ്ലൈസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ സാധാരണ ചോറ് വെക്കുമ്പോൾ അങ്ങനെ ഇടാറുണ്ട്. അപ്പം സ്റ്റൗവിൽ രണ്ട് അടുപ്പിലായിട്ട് ഒന്നിൽ വെള്ളം വെച്ചു, മറ്റേൽ അരി വറുക്കാനായിട്ട് ഒരു ബിരിയാണി പോട്ടും വെച്ചു. അതിൽ അരി വെക്കാനുള്ള റൈസ് പോട്ടിൻ്റെ ആ ചെമ്പിലോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു. കാരണം അരി വിട്ട് നിൽക്കാനാണ്, കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഇതിൽ ഞാൻ നെയ്യ് ഒഴിച്ചു. 1.5 ടീസ്പൂൺ നെയ്യ്, സവാള, പെരുംജീരകം, പിന്നെ ഏലക്ക, കറാപ്പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്ത് നന്നായി അരി ഇട്ട് നന്നായി വറുത്തെടുത്തു. അരി കടിച്ച് ഇങ്ങനെ പൊട്ടുന്ന രീതിയിലായിരിക്കും വറുത്തെടുത്തതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് നോക്കി വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് വറുത്ത് വെച്ച അരിയെടുത്ത് ചേർക്കാം. ശേഷം അടപ്പ് കൊണ്ട് അടച്ച് നന്നായി അടച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് അടപ്പ് കൊണ്ട് അടച്ച് ഞാൻ ബിരിയാണി പോട്ടിൻ്റെ അകത്തോട്ട് വെക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ചോറ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, കുഴഞ്ഞു പോകാതെ ബിരിയാണി പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാനിൽ വെച്ചു. അതിനകത്ത് ഓയിൽ ഒഴിച്ചു, കറിവേപ്പില വിതറി, ശേഷം മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. അതോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്യാനായിട്ട് ചതച്ചെടുത്തു. ശേഷം മസാല ഉണ്ടാക്കാനായിട്ട് 6 സവാളയാണ് എടുത്തത്. അതിൽ 3 സവാള ഫ്രൈ ചെയ്ത് ഗാർണേഷൻ ചെയ്യാനായിട്ട് എടുക്കുന്ന പോലെ നല്ല ഗോൾഡൻ കളർ, ബ്രൗൺ കളറാക്കി എടുത്ത് വെച്ചു. ബാക്കി 3 സവാള മസാലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചു. അത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതാണ്. അതിന് ശേഷം ബാക്കിയുള്ള മസാലയ്ക്കുള്ള സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വാടി വന്നപ്പോൾ ചേർത്തു? ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത്, പേസ്റ്റല്ല, ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് എപ്പോഴും. അങ്ങനെ ചേർത്തു. നന്നായി വഴറ്റി നന്നായി വാടി വരുമ്പോൾ ചേർത്തു? അതിൽ തക്കാളി, തൈര് 2 ടീസ്പൂൺ, 2 തക്കാളിയാണ് ഇട്ടത്, 2 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ചു. കുറച്ച് അടച്ച് വെച്ചു തക്കാളി വേവാൻ വേണ്ടി. തക്കാളി വെന്ത് നല്ല ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചു. അടച്ച് വെച്ച് വെന്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ഞാൻ മസാലയായിട്ട് ചേർത്തത് ഗരം മസാല മാത്രമാണ് ചേർത്തത്. അവസാനം ഫ്രൈ ചെയ്ത ഉള്ളിയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് വെച്ചു. അതിന് ശേഷം ഫ്രൈ ചെയ്ത ഫിഷ് എടുത്ത് വെച്ചു. മിക്സ് ചെയ്ത് ഒന്ന് കവർ ചെയ്തു മസാല കൊണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ചോറ് ഇതിൻ്റെ മുകളിലോട്ട് നന്നായി ദം ചെയ്തു, ഗാർണിഷ് ചെയ്തു. കുറച്ച് സമയം ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചു. ശേഷം സെർവ് ചെയ്തു. ഫസ്റ്റ് മക്കൾക്കാണ് കൊടുത്തത്. പറഞ്ഞു പഠിപ്പിച്ച പോലെ തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് ആര്യനാണ് കൊടുത്തത്. ആര്യന് കുട്ടികൾക്ക് മസാല അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചോറും ഒരു കഷ്ണം മീനും കൊടുത്തു. കറക്റ്റ് അതെ.